ഹായ് ടോപ്പി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങൾ വരുന്നത്. കാരണം ചെറുതും വലുതുമായിട്ട് ഒരുപാട് പേര് മീൻ വളർത്തുന്നു, എല്ലാവരും ഉണ്ട്. ഒരുപാട് പേര് വളർത്തുന്നു ചെറുതായിട്ട് കുറച്ച് മീനുകൾ, അല്ലാതെ ചെറിയ കുളത്തിലും വലിയ കുളത്തിലും അങ്ങനെ ഒരുപാട് പേര് മീനുകൾ വളർത്തുന്നു. അപ്പോൾ അവർക്കെല്ലാം ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ഫിൽറ്റർ ഉണ്ടാക്കുന്നതും അത് ക്ലീൻ ചെയ്യുന്നവരുമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാവർക്കും ഉപകാരപ്പെടുമെന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഉണ്ട്. കാരണം നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടി പോയാലും നമുക്കൊരു 2000-2500 രൂപയിൽ നമുക്ക് എങ്ങനെ ഒരു ഫിൽറ്റർ റെഡിയാക്കും എന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം ഞാനിത് ഈ ഒരു ഫിൽറ്ററാണ് ക്ലീൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാനിപ്പോൾ ഓഫാക്കി ഇട്ടേക്കുവാണ്. ഇതിൻ്റെ അകത്തിപ്പം കണ്ടില്ല, അഴുക്കെല്ലാം കാരണം ഇതിപ്പം വലിയ അഴുക്കില്ലായിരുന്നു. ഇതുപോലല്ല, ഇതിലും അഴുക്ക് കയറുന്നതാണ്. കുളത്തിലെ അഴുക്ക് മൊത്തം കയറി വരുന്നു. ഇതൊരു ഫിൽറ്റർ. ഇവിടുത്തെ രണ്ടാമത്തെ ഫിൽറ്ററാണ് ഇത് സെറ്റ് ചെയ്യുന്നതും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പമ്പും ഞാനെല്ലാം കാണിച്ചു തരാം. ബക്കറ്റൊക്കെ പോയി, ബക്കറ്റ് വെയിൽ കൊണ്ടൊരു പരുവായിട്ടിരിക്കുകയാണ്. നമ്മൾ പരമാവധി ഒന്ന് ഓടിക്കുക. ഇതിനകത്ത് ഇട്ടിരുന്ന സ്പോഞ്ചാണ് ഇതിപ്പം നമ്മളിപ്പോൾ ഇനി ക്ലീനിങ് പ്രോസസ്സിലോട്ട് നമ്മൾ തുടങ്ങുവാണ്. കണ്ടോ, നമ്മൾ സ്പോഞ്ച് ഏകദേശമൊക്കെ 2 സ്പോഞ്ച് നമ്മൾ ക്ലിയർ ചെയ്ത് എല്ലാം ഇട്ടു, കഴുകിയെല്ലാം വൃത്തിയാക്കി. എല്ലാം വെളുപ്പിച്ചെടുക്കാൻ ഇച്ചിരി പാട് വിട്ടെങ്കിലും ഇപ്പോൾ അടുത്ത് നമ്മൾ മിറ്റിലൊന്ന് കഴുകി ഒന്ന് റെഡിയാക്കുന്ന ഒരു പരിപാടിയാണ്. നല്ല വളക്കൂറുള്ള വെള്ളമാണ്. കണ്ടോ, അപ്പനെ സഹായിക്കാൻ വേണ്ടിയിട്ട് മോൻ ബക്കറ്റൊക്കെ എടുത്തുകൊണ്ട് തരുവാണ്. ഹായ് കൊടുത്തേ, ഹായ്. മിറ്റിലും സ്പോഞ്ചും എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ബക്കറ്റാണ്. ഇതിൻ്റെ അകം ഒന്ന് മൊത്തം അഴുക്കാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് നല്ല വൃത്തിക്കൊന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം നമ്മൾ സ്പോഞ്ചെല്ലാം കഴുകി നേരത്തെ വെച്ചു. അതിൻ്റെ അത് ഇട്ടിരുന്ന വല ഇത് വേറൊന്നുമല്ല, കൊതുക് വലയാണ്. അത് മറ്റേ നമ്മൾ സാധാരണ ചെയ്യുന്ന മേളിൽ കുരിക്കാറുള്ള പച്ച നെറ്റാണത്. പിന്നെ നമ്മുടെ ഇത് മിറ്റിലാണ്. ഇതൊരു 2 കൊട്ട മിറ്റിൽ തികച്ചുണ്ട്. എടുത്തപ്പോൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതിലും കുറഞ്ഞു കാണും. കാരണം കഴിയുന്നതനുസരിച്ച് സാധനം കുറയുമല്ലോ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണം. ഇപ്പോൾ സ്പോഞ്ച് എന്ന് പറയുന്നത് നമ്മളിത് പുതിയതൊന്നുമല്ല, പുതിയ സ്പോഞ്ചല്ല. നമ്മൾ ഈ വാപ്പോൾച്ചറി കടയിലൊക്കെ ഉപയോഗിച്ച് തള്ളിയ സ്പോഞ്ചുകളൊക്കെ ഉണ്ടല്ലോ, പഴയ സിറ്റിയുടെയൊക്കെ അവിടെ ഇഷ്ടം പോലെ കാണില്ല. അത് മതി, അല്ലാതെ വേറെ ഒന്നും നമ്മൾ എടുക്കണ്ട. നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് എടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ കൊണ്ടുവന്ന് കഴുകി നല്ലപോലെ വൃത്തിയാക്കി ഒന്ന് വെയിലത്തൊന്നിട്ട്, ഇപ്പോഴത്തെ വെയിലത്ത് നമ്മൾ അറിയാമല്ലോ, ജസ്റ്റ് ഒന്ന് ഇടേണ്ട താമസമേ ഉള്ളൂ. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണങ്ങി. അപ്പോൾ ഒന്ന് കഴുകി റെഡിയാക്കി കഴിഞ്ഞാൽ ആ സ്പോഞ്ച് തന്നെ നമുക്ക് ഉപയോഗിച്ചാൽ മതി. വേറെ ഒന്നും നമുക്ക് പുതിയതായി അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയൊന്നും വേണ്ട. പിന്നെ നമ്മൾ വെക്കുന്ന ബക്കറ്റിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ ആ ബക്കറ്റിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് പൈപ്പ് നമ്മൾ സെൻറ്ററിൽ കൂടാണ് ഇടുന്നത്. അതങ്ങനെ ഇതിന് വേണ്ടിയിട്ട് ഒരു പൈപ്പ്, കാരണം പൈപ്പ് ഫിക്സഡ് ആകുന്നില്ല, അപ്പോൾ അത് കാണാം. അതിന് വേണ്ടിയിട്ട് പൈപ്പ് കയറ്റിയിട്ട് ഇങ്ങനെ നിർത്തുന്ന രീതിയിലാണ് നമ്മളതിനെ സെറ്റ് ചെയ്തത്. അല്ലാതെ ഞാനിപ്പം വെച്ചേക്കുന്ന രീതി അല്ലാതെ വേറൊരു രീതിയിൽ നമുക്കിത് പൈപ്പ് അതായത് ഈ മോട്ടർ നിങ്ങൾ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയത്, ഇതാണ് ഞാൻ ഇതിന് വെച്ചിരിക്കുന്ന ഒരു പമ്പ് സംഭവം. ഇത് കണ്ടോ, RS2200, അതാണ് അതിൻ്റെ മോഡലിൻ്റെ നമ്പർ. RSൻ്റെ മോട്ടറാണ്. RS ഒന്നുകൂടെ പൊതുവേ ഈ മോട്ടറിൽ RS ആണ് ഒന്നുകൂടെ നല്ലത്, ഒന്നുകൂടെ ലാസ്റ്റ് ചെയ്യുന്നതും ഈ RSൻ്റെ ഈ മോട്ടർ തന്നെയാണ്. ഇത് മണിക്കൂറിൽ 4500 ലിറ്റർ പെർ അവറാണ് ഇതിൻ്റെ കപ്പാസിറ്റി. അപ്പുറത്തെ മറ്റേ പമ്പിലിരിക്കുന്ന അപ്പുറത്തെ ടാങ്കിലിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് 5000 ലിറ്ററിൻ്റെ ഇതാണ്. അതിന് നോബും കാര്യങ്ങളെല്ലാം കിട്ടും, സംഭവം എല്ലാം കിട്ടും. ഈ വയറ് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നീളം കൂട്ടിയതാണ് ഈ വയറ്. അല്ലാതെ എന്നിട്ട് നമ്മൾ ഈ പൈപ്പ് എന്ന് പറഞ്ഞാൽ 1-ൻ്റെ പൈപ്പാണ്. സാധാരണ നമ്മൾ ഈ പറമ്പിലൊക്കെ ഓസില്ലേ, അതാണ് സാധനം.
ഇതിൻ്റെ അല്ലാതെ മുക്കാലിലെ അതിൻ്റെ ഉള്ള ഈ ഇതും കിട്ടും, അതിൻ്റെ അതുണ്ട്. പക്ഷെ ഒന്നിൻ്റെ ആകുമ്പം വെള്ളം ഇതിൻ്റെ അകത്തോട്ട് കയറ്റം ഒന്നുകൂടെ കൂടുതലായിരിക്കും. അതിനാണ് ഞാൻ ഒന്നിൻ്റെ പൈപ്പ് വെച്ചത്. ഇത് പഴയ പൈപ്പാണ്, പുതിയതൊന്നുമല്ല. ഞാൻ ഇത് ഈ പമ്പ് ഇതിനകത്തോട്ട് ഇറക്കുവാണ്. ഞാൻ പറഞ്ഞ ഒരുപാട് നീട്ടുന്നില്ല, ബോറടിപ്പിക്കുന്നില്ല. എന്നാൽ ഞാനിത് സെറ്റ് ചെയ്യുന്ന വിധം ഞാൻ കാണിച്ചു തരാം. ഇത്രയൊരു ബക്കറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. ചെറിയ ടാങ്കാണെങ്കിൽ ഇതിൻ്റെ ചെറിയ ബക്കറ്റ് ആയാലും മതി. അടപ്പ് വേണമെന്ന് നിർബന്ധമാണ്. ഞാൻ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതാണ് മോട്ടറിൽ നിന്ന് വന്നിരിക്കുന്ന പൈപ്പ്. ഇത് നമ്മുടെ സാധാ 1 ഇഞ്ചിൻ്റെ പൈപ്പ്. ഈ പൈപ്പ് 1 മീറ്റർ ധാരാളം മതി. നമുക്ക് തന്നെ ഇങ്ങനെ കണക്ഷൻ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ അതിൻ്റെ അളവ് നോക്കി അടപ്പിൻ്റെ മേളിൽ നിന്ന് ഇച്ചിരി പൊക്കി അങ്ങനെയാണ് ഞാനിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊന്നും വേണ്ട. ഇതല്ലാതെ തന്നെ നമുക്ക് ഇവിടെ തൊട്ട് തന്നെ ഈ ഔട്ട്ലെറ്റ് ഒരു പൈപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇവിടെ തന്നെ ഇതേപോലെ ഒരു പൈപ്പ് കൊടുത്തിട്ട് ഈ പൈപ്പ് ഈ ഇത്രയൊരു പൈപ്പും കൂടെ വെച്ച് കണക്ഷൻ ചെയ്ത് കഴിഞ്ഞ് ഡയറക്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തോട്ട് അടിയിലോട്ട് തന്നെ അതായിരിക്കും. അങ്ങനെയും ചെയ്യാം. അതായത് ഇവിടെ ഇങ്ങനെ പൈപ്പ് ഹോൾ ഇട്ടുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഇവിടെ നിന്ന്, അതായത് ഇങ്ങനെ കൊടുക്കാതെ താഴെ തന്നെ ഇങ്ങനെ കൊടുക്കുക. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ വെള്ളം അടിയിൽ വന്നിട്ട് അടിയിൽ നിന്ന് പ്യൂരിഫയറായി ക്ലീനായി മേളി വന്ന് നല്ല വെള്ളം മേളിൽ നിന്ന് ചാടുന്നത്. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതിന് വേണ്ടിയിട്ട് വെച്ചതാണ്. ഈ പൈപ്പ് ഇതും രണ്ടെണ്ണം മിനിമം വെക്കണം. കാരണം എന്ന് വെച്ചാൽ ഒരെണ്ണം വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഇവിടുന്ന് കവിഞ്ഞൊഴുകാൻ ചാൻസ് ഒരുപാടുണ്ട്. അത് കാരണം 2 വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വിഷയവുമില്ല. ഇതിനുള്ള വാൽവ് ഇതിനൊന്നും അധികം വിലയൊന്നുമില്ല. ഇത് നമുക്ക് എല്ലാ കടയിലും കിട്ടുന്നതാണ്. 1 ഇഞ്ചിൻ്റെ ഈ കണക്ടർ ഇതെല്ലാം നമുക്ക് 1 മീറ്ററിൻ്റെ ഒരു പൈപ്പ് ധാരാളം മതി. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു 3 എൽബോയും 1 ടീയും 2 കണക്ടറും വേണമെന്നേ ഉള്ളൂ. അത് മാത്രം നമ്മുടെ എല്ലാവരുടെയും സ്റ്റോക്ക് കാണത്തില്ല. അത് മാത്രം ഒന്ന് വെളിയിൽ നിന്ന് മേടിക്കുക, അത്ര മാത്രം മതി. പിന്നെ ആ മോട്ടറിൻ്റെ വില എന്ന് പറയുന്നത് 2500 രൂപയുള്ളൂ. അത് 4500 ലിറ്റർ ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇതിൽ ചെറിയ കുളവാണെന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇതിലും ലിറ്റർ കുറഞ്ഞ മോട്ടർ മേടിക്കുന്നതായിരിക്കും ലാഭം. കാരണം ഇതിലും വില കുറച്ച് നിങ്ങൾക്ക് കിട്ടും. 1500 രൂപയ്ക്കാണെങ്കിലും 1000 രൂപയ്ക്കാണെങ്കിലും മോട്ടറുണ്ട്. കാരണം ഇത് ഇത്രയും വെള്ളം ഉള്ളതുകൊണ്ടാണ് പണ്ട് ഇത്രയും മേടിച്ചത് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കുറച്ചുള്ള മോട്ടർ കിട്ടും. അപ്പോൾ അതായിരിക്കും നിങ്ങൾക്ക് ഒന്നുകൂടെ ലാഭവും. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് പൊതുവലയാണ്. നമ്മളൊന്നും കളഞ്ഞില്ല. നമ്മളെല്ലാം ഇതിന് വേണ്ടിയിട്ട് അങ്ങ് എടുത്തു. നമ്മളിവിടെ അധികം വീട്ടിലിരുന്നതെല്ലാം അധികം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമായിരുന്നു. കാരണം പരമാവധി ഫിൽട്ടർ ആക്കുക. അത് കാരണം ഇത്രയും ഇത് വെക്കുന്നത് കൊണ്ട് നമുക്ക് ക്ലീനിങ് നമുക്ക് സമയമെടുത്ത് ചെയ്താൽ മതി. ഞാനിതിപ്പം ക്ലീൻ ചെയ്യുന്ന ആഴ്ചയിൽ ക്ലീൻ ചെയ്യുന്നത്. കാരണം ഇത് ഒരുപാട് മീനും തീറ്റയും അതുപോലെ കൊടുക്കുന്നത് കൊണ്ടാണ് ആഴ്ചയിലാണ് ഞാനിത് ക്ലീൻ ചെയ്യാറ്. ഇങ്ങനെ നമ്മൾ പൊതിഞ്ഞ് ഇത് ജസ്റ്റ് ഞാനൊരു പരീക്ഷണം പോലെ നോക്കിയാണ്. പക്ഷേ സംഭവം വിജയിച്ചു. കാരണം അഴുക്ക് മുക്കാലും ഇതിൻ്റെ അകത്ത് തന്നെ അടിയും. വെറുതെ കളയണ്ട എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്തൊരു പരിപാടിയും കൂടാണ്. എല്ലാം കഴുകി വെച്ചതാണ്. ഇപ്പം ഞാൻ ഇങ്ങനെ മുറിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ പൈപ്പ് ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുന്നതുകൊണ്ടാണ്, മേളിൽ നിന്ന് പിടിപ്പിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ മുറിച്ചത്. ഇപ്പം നിങ്ങൾ ഡയറക്റ്റ് അടിയിൽ നിന്ന് തന്നെ കൊടുക്കുകയാണെങ്കിൽ മുറിക്കാതെ തന്നെ നിങ്ങൾക്ക് ഇടാം. അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. കാരണം അതാകുമ്പം നല്ല ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. ഒരു ഗ്യാപ്പും ഇല്ലാതെ ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അതാകുമ്പോൾ നല്ല ഫിൽട്രേഷൻ നടക്കുകയും ചെയ്യും. കാരണം നമ്മൾ മേളിലിടുന്ന മിറ്റിലെ കുറയ്ക്കാൻ പാടില്ല. കാരണം അതിൻ്റെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അഴുക്ക് കയറുമ്പോൾ പ്രഷർ കയറിയിട്ട് ഇത് പൊങ്ങി വരും. അപ്പോൾ അത് പൊങ്ങി വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മേളിലിടുന്ന മിറ്റിൽ ഇച്ചിരി കൂട്ടിയാൽ നമുക്ക് ഒരു കുഴപ്പവുമില്ല. അതാണ് ഏറ്റവും നല്ലത്. വലയുടെ ഭംഗിയൊന്നും നോക്കണ്ട, വലയെല്ലാം കീറിപ്പോയതാണ്. പിന്നെ നമ്മളൊരു ഇങ്ങനെ 2-3 മടക്കായിട്ട് ഇട്ടാണ്
അതിൻ്റെ ഒരു ഈ രണ്ട് സ്പോഞ്ചിൻ്റെ മണ്ടയ്ക്ക് ഞാനിങ്ങനെ ഉണ്ട് സെറ്റ് ചെയ്യുന്നത്. സൈഡൊന്ന് കുത്തി ടൈറ്റ് ചെയ്താൽ ഓക്കെ. ഓക്കെ, അവൻ സെറ്റായി. നല്ല വെയിറ്റ് ഉണ്ട്. അയ്യോ എൻ്റെ അങ്ങനെ നമ്മുടെ ഫിൽറ്റർ ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റാക്കി രണ്ട് മിറ്റിലെല്ലാം ഇട്ട് റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. ഇനി സംഭവം നിങ്ങൾക്ക് എല്ലാം ഞാൻ കാണിച്ചത് തന്നതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് വർഷം 24 മണിക്കൂർ ഞാനിത് ഓണാക്കി ഇടുകയാണ് ചെയ്യുന്നത്. എനിക്കിപ്പോൾ ആ പമ്പ് 1.5 വർഷം മേളിൽ ആയി കണ്ടിന്യൂസ് ഓണാണ്. ഞാൻ ഇത് ഓഫ് ആക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ വേറെ ഒരു ഉപയോഗിച്ചായിരുന്നു, അത് പക്ഷേ അത്രയും ലാസ്റ്റ് ചെയ്തില്ല. നല്ല വെള്ളം ഫിൽറ്റർ ആയത് വീഡിയോ ഇതിലൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ബോധ്യമാണ്. എല്ലാം കഴിഞ്ഞ് വെള്ളം നിറഞ്ഞ് എന്നിട്ട് രണ്ട് ഇതിലോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിൻ്റെ ക്ലിയർ കാണാൻ തന്നെ കണ്ടോ, വെള്ളം നല്ല ക്ലിയർ വെള്ളം. അത് അടിയിൽ കിടക്കുന്ന മിറ്റിലെല്ലാം നല്ല വൃത്തിക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇതേ ഉള്ളൂ. ഞാൻ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. ഗുഡ് ബൈ.